Good morning all. We had already discussed about the coefficient of variation in last class. There was one more topic that we hadn't covered from first module. It was central moments, skewness and kurtosis. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതുകൂടെ നോക്കാനായിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രൽ മൊമെൻറ്റ്സ്. Central moments എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ദ ഡീവിയേഷൻസ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഇൻ എ ഡേറ്റ സെറ്റ് ഫ്രം ദ മീൻ ഓഫ് ദ ഒബ്സർവേഷൻസ് റേസ് ടു ദ പവർ ആർ. ഓക്കെ, നമ്മൾ ഡീവിയേഷൻ എല്ലാ ഒബ്സർവേഷൻസ് തന്നേക്കുന്ന ഡേറ്റ സെറ്റിൻ്റെ എല്ലാ ഒബ്സർവേഷൻസിൽ നിന്നും ഡീവിയേഷൻസ് എടുത്ത് അതിൻ്റെ ആവറേജ് കാണുന്നു, അതും മീൻ റേസ് ടു പവർ ആർ എന്ന രീതിയിൽ നിന്നും. അതിനെയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആവറേജ് ആണ് ഈ സെൻട്രൽ മൊമെൻറ്റ്. അതിനൊരു ജനറൽ ഇക്വേഷൻ കൊടുക്കാനാണെങ്കിൽ MR ഈക്വൽ ടു 1/n ഇൻറ്റു സിഗ്മ K ഈക്വൽ ടു 1/n ഇൻറ്റു ബ്രാക്കറ്റിൽ XK മൈനസ് M ദ ഹോൾ റേസ് ടു R എന്ന് കൊടുക്കാം. അപ്പോൾ ആറിന് പകരം 1 2 3 മാറിക്കൊണ്ടിരിക്കും. M1 എന്ന് വെച്ചാൽ മൊമെൻറ്റ് 1, M2 മൊമെൻറ്റ് 2. അപ്പോൾ ആറിന് പകരം എന്ത് വരും? ആ ഹോൾ റേസ് ടു 1 2 3 എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ കെയുടെ വാല്യൂസും മാറും, 1 തൊട്ട് n വരെ ആകാം. അപ്പോൾ K1 ആവാം, K2 ആവാം, അതും വ്യത്യാസമുണ്ട്. ഇവിടെ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, x എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ. ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെയും വാല്യൂ ആയിരിക്കും x. m എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് മീനാണ്. r എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ഇൻഡിജർ, 1 2 3 എക്സെട്ര. ഈ ഇക്വേഷൻസ് നിങ്ങൾ നോക്കണ്ട, നമുക്ക് അത്രയും പഠിക്കാനില്ല. ഓക്കെ, ജനറലി പറയാനാണെങ്കിൽ 4 സെൻട്രൽ മൊമെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ഇക്വേഷനിൽ R ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ സം ഓഫ് ദി ഡിഫറൻസ് ഓഫ് ഈച്ച് ഒബ്സർവേഷൻ ഫ്രം ദ സാമ്പിൾ ആവറേജ്. അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ സാമ്പിൾ ആവറേജിൽ നിന്നുള്ള ഓരോ ഒബ്സർവേഷൻ്റെയും ഡിഫറൻസിൻ്റെ ടോട്ടൽ സം ആയിരിക്കും ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ്. അതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. വെൻ R ഈക്വൽ ടു 1 ദ വാല്യൂ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ആറിൻ്റെ വാല്യൂ 2 വരുന്നതാണ്. അതിനെയാണ് നമ്മൾ ആക്ച്വലി വേരിയൻസ് എന്ന് വിളിക്കുന്നത്. ഇനി തേർഡ് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ ആറിൻ്റെ വാല്യൂ, അതായത് ഹോൾ റേസ് ടു എന്ന് പറഞ്ഞ് വരുന്ന വാല്യൂ 3 വരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂനെസ്. അപ്പോൾ സ്ക്യൂനെസ് മീൻസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദ സാമ്പിൾ ഡിഫേഴ്സ് ഇൻ ഷേപ്പ് ഫ്രം എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റയുടെ ഷേപ്പിന് വരുന്ന ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്ക്യൂനെസ് 0 ആയിരിക്കും. നോർമൽ എന്ന് വെച്ചാൽ പീക്കിൽ നിന്നും, ഇപ്പോൾ നമ്മളൊരു കർവ് പോലെ വരയ്ക്കുകയെന്ന് വെച്ചു, കർവ് പോലെ വരയ്ക്കാൻ നേരത്ത് ആ പീക്കിൽ നിന്നും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒരുപോലെ വരും, ഡിഫറൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ സ്ക്യൂനെസ് എന്ന് വെച്ചാൽ 0 ആയിരിക്കും. റൈറ്റ് സ്ക്യൂഡ് എന്ന് വെച്ചാൽ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും ലെഫ്റ്റ് സ്ക്യൂഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റിലോട്ട്, അതായത് വാല്യൂ ലെസ് ദാൻ 0യും വരും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റൈറ്റ് സ്ക്യൂഡും, ലെസ് ദാൻ 0 ആണെങ്കിൽ ലെഫ്റ്റ് സ്ക്യൂഡും. ഈ ലെഫ്റ്റിലോട്ടുള്ള സ്ക്യൂനെസ്സിനെയാണ് നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ പോകുന്നത്. അതേസമയം റൈറ്റ് സൈഡിലോട്ടാണ് കൂടുതൽ പോകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ക്യൂനെസ് 0 ആണ്. അതുപോലെ അവിടുത്തെ വേറൊരു പ്രത്യേകത മീൻ, മീഡിയൻ, മോഡ് മൂന്നിൻ്റെയും വാല്യൂസ് ഈക്വൽ ആയിരിക്കും. സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, മൂന്നും എപ്പോഴും സെയിം ആയിരിക്കും. ഇനി നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് കൂടുതലെങ്കിൽ മോഡ് വലുത്, മീഡിയൻ അതിനേക്കാൾ ചെറുത്, മീൻ ഏറ്റവും ചെറുത്. അതായത് മോഡ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മീൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് വെച്ചാൽ കൂടുതൽ ഡിസ്ട്രിബ്യൂഷനും റൈറ്റ് സൈഡിലോട്ടായിരിക്കും പോകുന്നത്. അവിടെയാണെങ്കിൽ മോഡ് വിൽ ബി ലെസ് ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ വിൽ ബി ലെസ് ദാൻ മീൻ. മീൻ ആയിരിക്കും ഏറ്റവും വലുത്. ഒരു പോസിറ്റീവ് സ്ക്യൂവിൻ്റെ എക്സാമ്പിൾ വ്യൂ ആണിത്.
അതുപോലെ ഒരു നെഗറ്റീവ് സ്ക്യൂവിൻ്റെ ഗ്രാഫാണിത്. പോസിറ്റീവ് സ്ക്യൂ ഉണ്ടല്ലേ, കൂടുതൽ പോയിൻറ്റ്സും വന്നത് എങ്ങോട്ടാണ്, റൈറ്റ് സൈഡ്, ഒരു കർവ് മുകളിലോട്ട് വന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് കൂടുതലും വന്നത്, അതാണ് പോസിറ്റീവ് സ്ക്യൂ. അതേസമയം ഇവിടെയോ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ആ കർവ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അതേസമയം സിമ്മട്രിക് എന്ന് വെച്ചാൽ ഇതുപോലെ വരും കേട്ടോ, ലെഫ്റ്റിലോട്ടും സ്ക്യൂനെസ് ഇല്ല, റൈറ്റിലോട്ടും സ്ക്യൂനെസ് ഇല്ല, ഏതാണ്ട് ഒരേപോലെ വരും. ഇവിടെയാണ് സ്ക്യൂനെസ് 0 എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്യൂനെസ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇതിൽ നമുക്ക് മോഡ് കാണാൻ നമ്മൾ ഓൾറെഡി പണ്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓർക്കുന്നില്ലേ? അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പണ്ട് നോക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ആ വാല്യൂ, അതായത് എസ് കെ ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ബൈ എസ് ഡി എന്ന് പറയുന്ന ഇക്വേഷനിൽ മോഡിന് പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 3 മീഡിയൻ മൈനസ് 2 മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ വരും, എസ് കെ ഈക്വൽ ടു, ഇവിടെ സ്റ്റെപ്പ് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല, നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഞാൻ പറയാം. സ്റ്റെപ്പ് വരുന്നത് എസ് കെ ഈക്വൽ ടു മീൻ മൈനസ്, ഇനി മോഡിന് പകരം മോഡിൻ്റെ ഇക്വേഷൻ, അപ്പം മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് 3 മീഡിയൻ മൈനസ് 2 മീൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ എസ് ഡി എന്ന് വരും. അപ്പോൾ അതെങ്ങനെ വരും, മീൻ പ്ലസ് നെഗറ്റീവും കൂടെ അകത്തോട്ടെടുത്തിട്ട് ആ 2 മീൻ ഇല്ലേ, മൈനസ് 2 മീന് പകരം പ്ലസ് 2 മീൻ ആകും. അതുപോലെ 3 മീഡിയന് പകരം മൈനസ് 3 മീഡിയൻ എന്നാവും. ഒരു നെഗറ്റീവ് സൈൻ്റെ അകത്തല്ലേ, അതായത് ഇങ്ങനെ വരും, മീൻ മൈനസ് 3 മീഡിയൻ പ്ലസ് 2 മീൻ എന്ന് വരും. അപ്പോൾ അതൊന്നുകൂടെ നമ്മൾ നോക്കുമ്പോൾ 3 മീൻ മൈനസ് 3 മീഡിയൻ എന്ന് കിട്ടും. ഇവിടെ ആക്ച്വലി എഴുതിയേക്കുന്ന ഇക്വേഷൻ തെറ്റാണ്. എസ് കെ ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് മീൻ ബൈ എസ് ഡി എന്നാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയല്ല, തിരിച്ചാണ് വരുന്നത്. എസ് കെ ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ എസ് ഡി എന്നാണ് ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. ഇനി കുർട്ടോസിസ്, നാലാമത്തത്. കുർട്ടോസിസ് എന്ന് വെച്ചാൽ 4th സെൻട്രൽ മൊമെൻ്റ് ആണ്. അതായത് ആറിൻ്റെ വാല്യൂ, R ഈക്വൽ ടു 4 എന്ന് വന്നാൽ അതാണ് കുർട്ടോസിസ്. കുർട്ടോസിസ് എന്ന് വെച്ചാൽ പീക്കറ്റ്നെസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷനാണ്. ഒരു ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഒരു കർവിൻ്റെ പീക്ക് എന്തുമാത്രം വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്തുമാത്രം വരുന്നു, അതിനെയാണ് കുർട്ടോസിസ് എന്ന് പറയുന്നത്. അത് 3 ടൈപ്പാണുള്ളത്, ലെപ്റ്റോകർട്ടിക്, പ്ലാറ്റികർട്ടിക്, മീസോകർട്ടിക്. ലെപ്റ്റോകർട്ടിക് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റിലോട്ട് വരും, ഭയങ്കര പീക്കായിരിക്കും. ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, അത് ഭയങ്കര പീക്കായിട്ട് ഭയങ്കര ഹൈറ്റിൽ വരുന്ന കർവിനെയാണ് ലെപ്റ്റോകർട്ടിക് എന്ന് പറയുന്നത്. അതേസമയം പ്ലാറ്റികർട്ടിക് ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിരിക്കും, അധികം ഹൈറ്റ് കാണത്തില്ല. ഇനി ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ് മീസോകർട്ടിക് കർവ് എന്ന് പറയുന്നത്. മീസോകർട്ടിക് ആണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്, നോർമൽ കർവാണ് മീസോകർട്ടിക് കർവ്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന് കുർട്ടോസിസ് എന്ന് പറയുന്നത്, കുർട്ടോസിസിൻ്റെ വാല്യൂ 3 ആയിരിക്കും. സാധാരണ -3ക്കും 3ക്കും ഇടയിലാണ് നമ്മുടെ റേഞ്ച് നിൽക്കുന്നത്. എന്നാൽ കുർട്ടോസിസ് ആണെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന് കുർട്ടോസിസ് വാല്യൂ 3 ആയിരിക്കും. വാല്യൂ 3നേക്കാൾ കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ ലെപ്റ്റോകർട്ടിക്കും, വാല്യൂ 3നേക്കാൾ കുറവാണെങ്കിൽ പ്ലാറ്റികർട്ടിക്കും ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബേസിക്സ് ഓഫ് മൊമെൻറ്റ്സ്, സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ്. ജസ്റ്റ് തിയറി പോർഷൻ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സിലബസിലുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. ഷോർട്ടായിട്ട് നോട്ട്സ് എഴുതിയാൽ മതി. ഓക്കെ, സോ അതോടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ സിലബസുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ എടുക്കണം എന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഈവനിങ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. So that's all for today's class. Thank you.